വെസ്റ്റേൺ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ബേസിക്കലി ചർച്ച് കോയറിലാണ് വന്നത്. അപ്പോൾ ഒരു 10-12 വർഷം കീബോർഡിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ചത് ഒരു അച്ഛനാണ്. ആ സമയത്ത് ആളൊരു ഇതായിരുന്നു, ബ്രദറായിരുന്നു. ഞങ്ങൾക്ക് കാറ്റീസ് എടുക്കാൻ വന്ന ഒരു ബ്രദറായിരുന്നു. അപ്പോൾ ആളുടെ കീഴിലാണ് ആദ്യം ഒരു 2-3 വർഷം പഠിച്ചത്. പിന്നെ കർണാട്ടിക് മ്യൂസിക് പഠിച്ചത് പൊള്ളാച്ചിയിൽ വെച്ചാണ്. MBA ചെയ്ത് പൊള്ളാച്ചിയിലാണ്. അപ്പോൾ അവിടെ ഒരു മുത്തു ഭാഗത്തുണ്ട്. ഇപ്പോൾ ആൾക്ക് 98 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ആളുടെ അടുത്ത് പോകും. അപ്പോൾ ഫസ്റ്റായിട്ട് കർണാട്ടിക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബേസ് കിട്ടണത് അവിടെ വെച്ചാണ്, പൊള്ളാച്ചി പോയപ്പോഴാണ്. അപ്പോൾ ആളുടെ കൂടെ ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ഷനാണ്. കുറച്ച് കീബോർഡൊക്കെ കുറച്ചറിയാം. അപ്പോൾ ആളുടെ കൂടെ കച്ചേരികൾക്കൊക്കെ ആൾ കൊണ്ടുപോകും. അപ്പോൾ ഭയങ്കര രസമാണ്. ഒന്നാമത്തെ ആളുടെ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെയാണ് കച്ചേരികൾ നടത്തുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഹാർമോണിയം ബാക്ക് ടീം ഇടയ്ക്ക് കോഡ്സൊക്കെ വരും, കച്ചേരിയുടെ ഇടയിൽ വെസ്റ്റേൺ കോഡ്സൊക്കെ വരും. പക്ഷെ എന്നാലും വലിയ കല്ലുകളൊന്നും ഇല്ലാതെ പോയിരുന്നു. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അവർക്ക് ശരിക്കും പൈസ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ളൊരു ഇതാണ്. ഒരു മ്യൂസിക് ശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിലാണ് ജീവിതം, അതാണ് അവരുടെ ബ്രെത്ത്. ഇപ്പോഴും അവരൊക്കെ അനുഗ്രഹം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇപ്പൊ ആളുടെ മോന്റെ മോൻ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്, പ്രോഗ്രാമറായിട്ട്. അതൊരു വലിയ കാര്യല്ലേ, നമ്മള് പഠിച്ച ഗുരുവിന്റെ ഒരു ലീനേജ് നമ്മുടെ ഇതിലൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. മെജോ അങ്ങനെ കർണാട്ടിക് പാടിയിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് ഇപ്പൊ. ഞാൻ മറന്നുപോയതൊക്കെ. എന്തൊരു സിമ്പിൾ ആയിട്ട് ആൻസർ പറയണ നോക്കൂ, ആ ഗുരുനാഥൻ കേക്കണ്ട. ബേസിക്കലി ഞാൻ അതിന്റെ സാഹിത്യം പഠിച്ചിട്ടില്ലേ, ഈ ഹാർമോണിയത്തിൽ നോട്ട്സ് കൂടുതൽ കോൺസെൻട്രേറ്റ്, സ്വരസ്ഥാനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഈവൻ ഒന്നാമത്തെ ആളുടെ ക്ലാസ്സുകളും തമിഴിലായിരുന്നു. അപ്പം അത് കറക്റ്റ് ആണോ പഠിച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നോട്ട്സ് എനിക്ക് കറക്റ്റ് ആയിട്ട് ആള് രാഗ ബേസ് ചെയ്തിട്ട് ഒരു സോങ് ചെയ്യണം എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രാഗ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ വരാൻ പോണ ഒരു പടമുണ്ട്, വാർത്തകൾ ഇതുവരെ എന്നൊരു പടം. അതിൽ സിജു അഭിനയിക്കുന്നത്. അതിൽ 4 പാട്ടുകളാണ് ഉള്ളത്. ഒരു ഗോഡ്സ് ഗ്രേസ് അങ്ങനെ ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. 4 രാഗങ്ങളില്, എന്നാൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നമ്മുടെ ഒരു പക്ഷെ അതിനൊരു ആധാരമായിട്ട് ഒരു രാഗം വേണം എന്നുള്ള സബ്ജക്ട് വൈസും ഒരു 80s നടക്കുന്ന കഥയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ജോൺസൺ മാഷിന്റെ ഒക്കെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഖം ജസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ബാക്കി എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറയാ. ഹംസധ്വനി ഇഷ്ടമുള്ള രാഗമാണ്. പിന്നെ അമൃതവർഷൻ ഇഷ്ടമാണ്. ഇതിലൊരു പാട്ട് അമൃതവർഷനിൽ ഉണ്ടായിരുന്നു, വാർത്തകൾ. പിന്നെ ഗരഗര പ്രിയ ഇഷ്ടമാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ മൂഡ് അനുസരിച്ച്. ഒന്നാമത് ആ സിനിമയ്ക്ക് വേണ്ട മൂഡും കൂടി നമ്മൾ നോക്കണല്ലോ അല്ലെ. അപ്പൊ കുറെ ലിമിറ്റേഷൻസും അങ്ങനെ ഉണ്ടാവും.